ഹലോ, വെക്കേഷനൊക്കെ കഴിയാറായപ്പോഴാണ് ഞങ്ങൾ ടൂർ പോകാൻ വേണ്ടി പുറപ്പെട്ടത്. ഞങ്ങൾ പോകുന്നത് ബസ്സിലാണ്. വയനാടനിലാണ് നമ്മൾ ഇന്നത്തെ ടൂർ തുടങ്ങിയത്. അടിപൊളിയായിരുന്നു കേട്ടോ. ബസ്സിൻ്റെ കാര്യം പറയാനിരിക്കാതെ വയ്യ. എന്തായാലും നല്ല ഡ്രൈവർമാരായാലും ഒക്കെ നല്ല ബസ്സായാലും അതെ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. യാത്രയൊക്കെ എല്ലാവരും കയറി രാത്രി ആയപ്പോഴാണ് ഒരു 8 മണി 9 മണീൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ പോയത് ആദ്യം കൊടൈക്കനാൽ മൂന്നാറിലേക്കാണ്. രണ്ട് സ്ഥലങ്ങളായിരുന്നു. ആദ്യം തന്നെ കൊടൈക്കനാൽ കയറിയ ഉടനെ തന്നെ എല്ലാവരും നല്ല വൈബായിരുന്നു. ഡാൻസും ഒക്കെ തുടങ്ങിയിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ഫാമിലി ഉണ്ടായിരുന്നു. 10-16 ഫാമിലിയായിട്ട് ഒന്നിച്ചാണ് കേട്ടോ പോയത് ടൂറ്. അങ്ങനെ എല്ലാ വർഷവും പോവാറുള്ളതുമാണ് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലായിട്ട്. ഇപ്രാവശ്യം വയനാടിൽ കൊടൈക്കനാലും മൂന്നാറുമാണ് പോയത്. അങ്ങനെ രാത്രി എത്തിയതിന് രാവിലെ ആയപ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾ കൊടൈക്കനാലിൽ എത്തിയിട്ടോ. ചെറിയച്ഛനും എല്ലാവരും ഉണ്ട്, കുടുംബത്തിൽ ഉള്ള എല്ലാവരും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ 16 ഫാമിലിയാണ്. കയറിയപ്പോൾ തന്നെ എല്ലാവരും നല്ല വൈബായിരുന്നു. ബസ്സിൻ്റെ കാര്യമൊന്നും പിന്നെ പറയാനിരിക്കാതെ വയ്യ, അടിപൊളിയായിരുന്നു. പിന്നെ ഡ്രൈവർമാരായാലും ഒക്കെ. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 6 മണി 6:30 ആയപ്പോഴേക്കും കൊടൈക്കനാലെത്തി. നല്ല തണുപ്പായിരുന്നു കേട്ടോ. അവിടുന്ന് പിന്നെ നമ്മൾ എന്താ വെച്ചാൽ വണ്ടി അവിടെ ഒരു റിസോർട്ടിൽ നിർത്തിയിട്ട് അവിടുന്ന് നമ്മൾ എല്ലാവരും കുളിയും എല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയതിൻ്റെ ശേഷം അവിടുന്ന് തന്നെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. നമ്മൾ അങ്ങനെ അവരോട് പറഞ്ഞ് പാക്കേജായിട്ട് അങ്ങനെ എടുത്തതായിരുന്നു. അവിടെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടത് കഴിക്കുക. അവിടെ ബൊഫേ ആയിരുന്നു. എന്തായിരുന്നു, ദോശ, പൂരി, ഇഡ്ഡലി, പിന്നെ നൂഡിൽസ്, ഇതാ കണ്ടില്ലേ ഒക്കെ ഉണ്ടായിരുന്നു. വേണ്ടതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കുക. ബ്രെഡ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ആദ്യം പോയത് സൂയിസൈഡ് പോയിന്റിലേക്കാണ്. അവിടുന്ന് പിന്നെ നല്ല വ്യൂ ആയിട്ട് ഭയങ്കര എന്താ പറയുക മഞ്ഞ് കോടയായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് കുറേ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഷോപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ പോയത് പില്ലർ റോക്സ് കാണാനാണ്. അവിടെ നിന്ന് പിന്നെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. എല്ലായിടത്തും ഈ മഴേൻ്റെ ഒരു ഇതൊക്കെ തുടങ്ങിയിരുന്നല്ലോ. അപ്പോൾ മെയ് ലാസ്റ്റിലേക്കൊക്കെ ആയപ്പോഴത്തേക്കിന്നെ പകുതിയൊക്കെ മെയ് പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ തുടങ്ങിയല്ലോ. നല്ല കോടയായിരുന്നു എല്ലായിടത്തും. അവിടുന്ന് പിന്നെ ഞങ്ങൾ എല്ലാവരും ഫാമിലിയായി ഫോട്ടോ എടുക്കലും ഒക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഫോട്ടോ എടുക്കലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് ഗുണ കേവ് കാണാനാണ്. നമ്മളെ സിനിമ ഓർമ്മയില്ലേ, മഞ്ഞുമ്മൽ ബോയ്സ്, സുഭാഷ്. അങ്ങനെ അവിടെ നിറയെ ആൾക്കാരുണ്ട് കേട്ടോ എല്ലായിടത്തും. നമ്മൾ അന്ന് പിന്നെ എന്താ വെച്ചാൽ ലീവും കൂടി ആയിരുന്നു, പെരുന്നാളിൻ്റെ ലീവൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്താ അറിയില്ല, പിന്നെ നിറയെ ആളുകളുണ്ട്. പിന്നെ വെക്കേഷൻ ആയല്ലോ, കഴിയാറായി തുടങ്ങിയിരുന്നല്ലോ. നമ്മൾ മഴയൊക്കെ കിട്ടുമോ വിചാരിച്ചിട്ടൊക്കെ ആയിരുന്നു പോകുന്നത് കേട്ടോ. അതിന് വേണ്ടിയുള്ള കോട്ടും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. എന്താ വെച്ചാൽ ഒരുപാട് ഫാമിലി ഉള്ളതുകൊണ്ട് തന്നെ കണ്ടില്ലേ, ഇവിടെ നല്ല രസമാണ് കേട്ടോ. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നല്ലൊരു കൂളിങ്ങും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കണ്ടില്ലേ ഇങ്ങനെ ഇതൊക്കെ ഇട്ട് വെച്ചിട്ട് നെറ്റ് പോലെയൊക്കെ കമ്പി കൊണ്ടൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ ഫാമിലി മൊത്തത്തിൽ അവിടുന്ന് ഒരു ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൈൻ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല കോട അങ്ങോട്ട് ഇറങ്ങിയിരുന്നു. നല്ല മഴേൻ്റെ എല്ലാവിധ ഇതും ഉണ്ടായിരുന്നു. അവിടെയും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ദൂരേക്ക് കയറിപ്പോയി. അവിടെ കുതിര ഒക്കെ ഉണ്ടായിരുന്നു, റൈഡ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചിലരൊക്കെ കയറി. എനിക്കൊക്കെ പേടിയായിരുന്നു കുതിരപ്പുറത്ത് കയറാൻ. അതുകൊണ്ട് പിന്നെ ഞങ്ങളൊന്നും പോയില്ല. ചില ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ച് ദൂരെ പോയി റീൽസൊക്കെ എടുക്കാൻ വിചാരിച്ചപ്പോഴേക്കും മഴയൊക്കെ പെയ്തു. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൊടൈക്കനാലിലെത്തി നമ്മൾ വന്ന വണ്ടി അവിടെ നിർത്തി അവരെ ബസ്സിലാണല്ലോ. അതുകൊണ്ട് പിന്നെ നമുക്ക് വേണ്ട സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ നല്ലൊരു സുഖമാട്ടോ. അവർ നിർത്തി അവർക്കറിയാലോ. അതുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റും, ഒരു ഗൈഡ് പോലെ ആയിട്ട്. അങ്ങനെയാണ്. നല്ല കോടയായിരുന്നു. മഴ പെയ്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഇറങ്ങി വേഗം പോന്നു. മഴ പെയ്ത് ഞങ്ങളെ കൂടെയുള്ള എല്ലാവരും ബസ്സിൽ കയറി. ഞങ്ങൾ ഈ റീൽസ് എടുക്കാൻ അങ്ങനെ നിന്ന് നേരം വൈകി. പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ രാവിലത്തെ അതേ ഹോട്ടലിൽ തന്നെയാണ് വന്നത്. നമ്മൾ ഫ്രഷൊക്കെ ആയ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് മൂന്നാറിലേക്കാണ്. അന്നത്തെ രാത്രി സ്റ്റേ ചെയ്തത് മൂന്നാറാണ് കേട്ടോ. പിന്നെ മൂന്നാറത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത പാർട്ടിൽ വരാം. അപ്പം ഇതൊക്കെയാണ് കൊടൈക്കനാലിലെ വിശേഷങ്ങൾ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.